ഒന്നാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് എഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം, 4ാം സമ്മാനം, 5ാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799 ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദിയുണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്. ഹലോ എവരിവൺ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ക്ലാസ് 5 സോഷ്യൽ സയൻസ് എക്സാം ആയിരുന്നു. എക്സാം ഈസി ആയിരുന്നു എല്ലാവർക്കും? യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസേഴ്സ് ഒക്കെ നോക്കാം. First question, there are two parts in the first question, 1A and 1B. Answer anyone. 1Aയും 1Bയും ഉണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം ഫുൾ എഴുതിയാൽ മതി. ഇപ്പോൾ ടീച്ചറുടെ ഷോർട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഇപ്പോൾ പറയാം. വലിയ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ടീച്ചർ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇനി വരുന്ന എക്സാമർക്ക് അത് പ്രയോജനപ്പെടും. ഫസ്റ്റ് ഐഡന്റി കാർഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. മെർക്കുറിയുടെ ഐഡന്റി കാർഡാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നെയിം ഓഫ് ദ പ്ലാനറ്റ്, ഡിസ്റ്റൻസ് ഫ്രം ദ സൺ, പൊസിഷൻ ഓഫ് ദ പ്ലാനറ്റ്, സ്പെഷ്യാലിറ്റി, ഇത്രയുമാണ് നൽകിയിട്ടുള്ളത്. ഇതിൽ നിന്നും ചോദ്യം, ഒബ്സർവ് ദ പിക്ചർ ഓഫ് ദ സോളാർ സിസ്റ്റം ആൻഡ് ഫോളോയിങ് ദ ഗിവൻ മോഡൽ prepare an identity card of any one of the planets other than Mercury. മെർക്കുറി പോയിട്ട് വേറെ രണ്ടെണ്ണത്തിന്റെ ഐഡന്റി കാർഡ് ഉണ്ടാക്കാനാണ് പറയുന്നത്. ഓക്കെ, ഏതെങ്കിലും ഒന്ന് ഉണ്ടാക്കിയാൽ മതി. ടീച്ചറുടെ എക്സാമ്പിൾ ആയിട്ട് രണ്ടെണ്ണം കാണിക്കുന്നുണ്ട്. ഒന്ന് എർത്തിൻ്റെതാണ്. നെയിം ഓഫ് ദ പ്ലാനറ്റ് എർത്ത്, ഡിസ്റ്റൻസ് ഫ്രം ദ സൺ, തേർഡ് പ്ലാനറ്റ് ഫ്രം ദ സൺ, പൊസിഷൻ ഓഫ് ദ പ്ലാനറ്റ് ബിറ്റ്വീൻ വീനസ് ആൻഡ് മാർസ്, സ്പെഷ്യാലിറ്റി ദ ഓൺലി പ്ലാനറ്റ് നോൺ ടു സപ്പോർട്ട് ലൈഫ്, അല്ലെങ്കിൽ ദ ബ്ലൂ പ്ലാനറ്റ് എന്നറിയപ്പെടുന്നു. ഓക്കെ, ഇനി മാർസ് എഴുതുവാണ്. നമുക്ക് എങ്ങനെ എഴുതാം? നെയിം ഓഫ് ദ പ്ലാനറ്റ് മാർസ്, ഡിസ്റ്റൻസ് ഫ്രം ദ സൺ, ഫോർത്ത് പ്ലാനറ്റ് ഫ്രം ദ സൺ, പൊസിഷൻ ഓഫ് ദ പ്ലാനറ്റ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് ജൂപ്പിറ്റർ, സ്പെഷ്യാലിറ്റി നോൺ ആസ് ദ റെഡ് പ്ലാനറ്റ് ഡ്യൂ ടു അയൺ ഓക്സൈഡ് ഓൺ ഇറ്റ്സ് സർഫസ്. ഓക്കെ, അപ്പോൾ ഇവിടെ എർത്തും മാർസും ടീച്ചർ നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം എഴുതാനായിരുന്നു, നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ മറ്റുള്ളവർ പഠിക്കുന്നവർക്ക് ഈ ഉത്തരം പ്രയോജനപ്പെടും. എൻ്റെ ബി ക്വസ്റ്റ്യൻ, name the celestial bodies that revolve around the planets in a fixed orbit. Answer satellites. Satellites ആണ് answer. 1B ചോദ്യം, the earth is blue, how wonderful, it is amazing. Okay, യൂറി ഗഗാറിൻ്റെ ഒരു വാചകമാണ്. These are the words of Yuri Gagarin about one of the features of the earth. Besides being the blue planet, what other characteristics does the earth have? List them. എർത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ബാക്കിയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനാണ് പറയുന്നത്. അത് വലിയ ക്വസ്റ്റ്യൻ ആണ്. ടീച്ചർ മറ്റൊരു വീഡിയോയിൽ ആൻസർ പറയാം. ബി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ഓൺ ദ റൊട്ടേഷൻ ഓഫ് ദ എർത്ത്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഇറ്റ് മൂവ്സ് അറൌണ്ട് ദ സൺ ഓൺ എ ഫിക്സഡ് ഓർബിറ്റ്, സീസൺസ് ആർ എക്സ്പീരിയൻസ്ഡ്, alternate night and day, the earth rotates from the east to the west. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? alternate night and day. രണ്ടാമത്തെ ചോദ്യം,
There are several laws and systems for the protection of child rights. A question. Prepare a questionnaire to interview childline activists to know about child rights. Interview question തയ്യാറാക്കാനായിരുന്നു. 4 ക്വസ്റ്റ്യൻ എങ്കിലും വേണം. ബി ചോദ്യം. ഓൺലൈൻ ജോബ് ഓഫർ സ്കാം. Candidates be alert. Which law has been enacted to protect us from such situations? ഇതിലേതാ വരിക? ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000. മൂന്നാമത്തത്. Chaka became the symbol of the Swadeshi movement in the Indian freedom struggle. Why? Write your responses. B question. Which of the pairs is rightly matched with the employment sectors in the field of cloth manufacturing? ഇതിൽ ഏത് പേരാണ് ജോഡിയാണ് കറക്റ്റ് ആയിട്ടുള്ളത്? എംബ്രോയിഡറി ഡിസൈനിങ്, അത് കറക്റ്റ് ആണ്. സി ക്വസ്റ്റ്യൻ. The changes in the society greatly influenced cloth manufacturing. Prepare a note on the changes in the textile industry. നോട്ട്സ് എഴുതാനുള്ളതാണ്. പ്രിപ്പയർ ചെയ്യാനുള്ളതാണ്. നാലാമത്തത്. സോഷ്യൽ ഇൻഇക്വാലിറ്റി, പൊസിഷൻ ഓഫ് പവർ, lack of rights and opportunities creates the discrimination in the society. A question. From the given ones, find out the factors related to economic inequality. Unemployment, colonization, difference in income, rural urban differences. ഏതാ വരിക? 1 and 3. D ആണ്. Unemployment, difference in income. അതാണ് ആൻസർ. Write the reasons for the difference in family income in the society. C question. Prepare a note on how the differences in income affect the family members. ഇത് രണ്ടും പ്രിപ്പയർ ചെയ്യാനുള്ളതാണ്. അത് ടീച്ചർ മറ്റൊരു ക്ലാസ്സിൽ പറയാം. 5 A question. Among the warning sign given here on road safety, which sign indicates the pedestrians are not allowed? കാൽനട യാത്രക്കാർ ഇവിടെ നടക്കാൻ പാടില്ല എന്ന് കാണിക്കുന്ന സിമ്പൽ ഏതാണ്? ബി ആണ്. Find and write down the statement related to legislation in the given statement. Laws are formed from practices. Laws are formed by legislative bodies. Laws are formed as part of social order. Judgments of the court, interpretations and recommendations contribute to the formation of laws. ഏതൊക്കെയാണ്? ലെജിസ്ലേറ്റീവ് ബോഡീസും അതുപോലെ ജഡ്ജ്മെന്റ് ഓഫ് ദ കോർട്ട്, ഇതാണ് വരുന്നത്. ഓക്കെ, ഇത് രണ്ടുമാണ് ഇതിൽ ലെജിസ്ലേഷനുമായിട്ട് ബന്ധമുള്ള സ്റ്റേറ്റ്മെന്റ്സ്. 6A. The placards prepared by children in connection with the conservation of water on World Water Day are given. Rainwater is the wealth of the soil. Let's avoid concrete in the yard. Find out more ways to conserve water and prepare placards. Placards തയ്യാറാക്കാനാണ്. Prepare at least 4, 4 എണ്ണമെങ്കിലും തയ്യാറാക്കാനാണ് പറയുന്നത്. Fix the drip, save every sip. Harvest rain, don't let it go down the drain. Use a bucket, not a hose, to wash your clothes. Plant a tree, keep the groundwater free. ഇതൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. Which of the following is the water conservation project implemented by the Haritha Kerala Mission? ഏതാണ്? ഇനി ഞാൻ ഒഴുകട്ടെയാണ് വാട്ടർ കൺസർവേഷൻ പ്രോജക്റ്റ്. 6B. Arrange the given crops by giving suitable headings. ഇവിടെ കോസ്റ്റൽ ഏരിയ എന്നുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ ഇവിടെ എങ്ങനെയായിരിക്കും? ഹൈലാൻഡും മിഡ്ലാൻഡും ആയിരിക്കും. ഹൈലാൻഡിൽ വരുന്നത് ടീയും അതുപോലെ കാർഡമം. മിഡ്ലാൻഡിൽ വരുന്ന കൊളോക്കേഷ്യ ആൻഡ് തപ്പിയോക്ക. കോസ്റ്റൽ ഏരിയയിൽ വരിക കോക്കനട്ട്, പാഡി. ഓക്കെ. All crops are not cultivated in all geographical areas. Why? Give reasons. എല്ലാ ക്രോപ്സും എല്ലാ വിളകളും നമുക്ക് എപ്പോഴും എല്ലായിടും കൃഷി ചെയ്യാനായിട്ട് എല്ലാ ജിയോഗ്രഫിക്കൽ ഏരിയയിലും കൃഷി ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നാണ് ചോദിക്കുന്നത്. ടെമ്പറേച്ചർ അതിൻ്റെ ഇത് വരുന്നുണ്ട്, സോയിൽ ടൈപ്പ് വരുന്നുണ്ട്, ക്ലൈമറ്റ് വരുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെ സീസൺ, അതെല്ലാം ചേർത്ത് എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. സോയിൽ ടൈപ്പ്, ക്ലൈമറ്റ്, ഓൾട്ടിറ്റ്യൂഡ്സ്, അതുപോലെ ടെമ്പറേച്ചർ, ഇതെല്ലാം ഇതിനകത്ത് ആൻസറായി വരുന്നതാണ്. അപ്പോൾ ഇതിന് ആൻസർ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. ഓക്കെ ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ
കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സേരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് എഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം, 4ാം സമ്മാനം, 5ാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സേരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799 ഇതാണ് കിഡ്സേരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സേരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദിയുണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സേരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്.